പ്രസവം കഴിഞ്ഞൊരു സ്ത്രീ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്നതും എന്നാൽ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ആവുകയും ചെയ്യുന്ന ഒരു ചോദ്യമാണ് ആവശ്യത്തിന് പാലുണ്ടോ എന്നുള്ളത്, അല്ലേ? ഇത് കുഞ്ഞിനെ അമ്മേനെയും കാണാൻ വരുന്ന മിക്ക അമ്മായിമാരും മിക്ക ആൻറ്റിമാരും ചോദിക്കാൻ മറക്കാത്തൊരു ചോദ്യമാണ്, അല്ലേ? ഇങ്ങനെ സ്ഥിരമായിട്ട് ആളുകൾ ഇങ്ങനെ ചോദിച്ചു വരുമ്പോഴത്തേക്കും മിക്ക അമ്മമാർക്കും ഒരു സംശയമായിരിക്കും, അയ്യോ എനിക്ക് ആവശ്യത്തിന് പാലുണ്ടോ, അല്ലെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ, കുഞ്ഞിന് വെയിറ്റ് കൂടുമോ, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻസ് മിക്ക ആളുകളിലും കണ്ടുവരാറുണ്ട്. ശരിക്കും എങ്ങനെയാണ് നമുക്ക് ആവശ്യത്തിന് പാലുണ്ടെന്ന് നമ്മൾ അറിയുന്നത്? പണ്ടത്തെ അമ്മായിമാരൊക്കെ ചെയ്യുന്നത് പോലെ സ്ത്രീകളുടെ ബ്രസ്റ്റിൻ്റെ സൈസ് നോക്കിയിട്ട് എന്തോരം പാല് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ പറ്റത്തില്ല, അല്ലേ? ഇനി ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ട് നമുക്കറിയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം നമ്മൾ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ട് മിൽക്ക് അളന്ന് നോക്കുമ്പോഴത്തേക്കും കുഞ്ഞിന് ഒരു അമ്മ മുലയൂട്ടുമ്പോൾ വരുന്ന മിൽക്കിനേക്കാളും വളരെ കുറവായിരിക്കും നമ്മൾ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചിട്ട് മിൽക്ക് പമ്പ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന മിൽക്കിൻ്റെ അളവ്. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചിട്ട് മിൽക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അളവ് കുറവാണെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിന് നമ്മൾ പാല് കൂട്ടുമ്പോൾ അത്രയും മാത്രമാണ് പാല് വരുന്നതെന്ന് വിചാരിക്കരുത്, കേട്ടോ. പ്രധാനമായിട്ടും ഉണ്ടല്ലോ 3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ആവശ്യത്തിന് പാലുണ്ടോ എന്നുള്ളതും കുഞ്ഞ് ആവശ്യത്തിന് പാല് വലിച്ചു കുടിക്കുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് അറിയാനായിട്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞിന് നിങ്ങൾക്കറിയാം ഒരു 2 മാസം വരെ ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും ഫീഡ് ചെയ്യണം, അല്ലേ? ഈ ഫീഡിങ് ചെയ്ത് കഴിഞ്ഞിട്ട് കുഞ്ഞ് നന്നായിട്ട് 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ കുഞ്ഞ് അലമ്പൊന്നും ഇടാതെ ഇടക്കൊന്നും എണീറ്റ് കരയാതെ 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ ഓരോ ഫീഡിൻ്റെ ഇടക്ക് നന്നായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കൊടുക്കുന്ന പാല് കുഞ്ഞിന് സഫീഷ്യൻ്റ് ആണെന്നുള്ളതാണ്. കുഞ്ഞിൻ്റെ വയറ് നിറയുന്നുണ്ട്, അതുകൊണ്ടാണ് കുഞ്ഞ് നന്നായിട്ട് ഉറങ്ങുന്നത്. ഇനി രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞ് ഒരു ദിവസം 6 മുതൽ 8 തവണ വരെ കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നുണ്ടോ എന്ന് നോക്കുക. 24 മണിക്കൂറിനിടയിലുണ്ടല്ലോ കുഞ്ഞ് മിനിമം 6 തവണയെങ്കിലും ഒന്ന് മൂത്രം ഒഴിച്ചിരിക്കണം. അപ്പോൾ 6 തവണയെങ്കിലും മൂത്രം ഒഴിക്കുന്നുണ്ട്, ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, കുഞ്ഞിൻ്റെ മൂത്രത്തിൻ്റെ കളറൊക്കെ നോർമലാണ് എങ്കിൽ ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾ കൊടുക്കുന്ന മിൽക്ക് സഫീഷ്യൻ്റ് ആണ്. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ആവശ്യത്തിന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ 10 മുതൽ 15 ദിവസം വരെ വെയിറ്റ് കൂടത്തില്ല, അല്ലേ? പകരം വെയിറ്റ് കുറയത്തേ ഉള്ളൂ. ഇപ്പോൾ ടേം ആയിട്ട് ജനിച്ച മാസം തികഞ്ഞ് ജനിച്ചൊരു കുഞ്ഞാണെങ്കിൽ ആദ്യത്തെ 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വെയിറ്റ് പതിയെ കൂടി വരുന്നത്. പ്രീടേം ആയിട്ടുള്ള പ്രിമച്വർ ആയിട്ടുള്ള ബേബീസ് ആണെങ്കിൽ ആദ്യത്തെ 2 ആഴ്ച 15 ദിവസമെങ്കിലും എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടുന്നത്. അപ്പോൾ ഈ 10 മുതൽ 15 ദിവസം വരെ നിങ്ങൾ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു രീതിയിലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. 15 ദിവസത്തിന് ശേഷം കുഞ്ഞിന് ഗ്രാജുവലായിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്ന് നോക്കുക. കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ഉണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള ടെൻഷനും വേണ്ട, നമ്മൾ കൊടുക്കുന്ന മിൽക്ക് സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, കേട്ടോ, നിങ്ങൾക്ക് ആവശ്യത്തിന് മിൽക്ക് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അല്ലാണ്ട് വെറുതെ ബ്രസ്റ്റ് പമ്പ് ഒന്നും ഉപയോഗിച്ച് അല്ലെങ്കിൽ നിപ്പിൾ സക്കർ ഒന്നും ഉപയോഗിച്ച് സ്വയം വെറുതെ വെറുതെ വിഷമിക്കേണ്ട. എപ്പോഴും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ, ഇപ്പോൾ നമ്മൾ കാണാൻ വരുന്നവരൊക്കെ പറയുന്ന ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും. നമ്മളെ കാണാൻ വരുന്നവർ പറയുന്നത് പോലെ മിൽക്കില്ലെന്നോ അല്ലെങ്കിൽ അവരുടെ ഒന്നും വാക്ക് കേട്ടിട്ടൊന്നും കുഞ്ഞിന് ഉടനടി തന്നെ ഫോർമുല ഫീഡൊന്നും എടുത്ത് സ്റ്റാർട്ട് ചെയ്തേക്കരുത്. നമുക്ക് മിൽക്ക് പ്രൊഡക്ഷൻ കുറവാണെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിന് വളർച്ചയൊന്നും നന്നാവില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഒന്നും ഇല്ലാണ്ട് ഉടനടി തന്നെ ഫോർമുല ഫീഡൊന്നും എടുത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്തേക്കരുത്. 6 മാസം വരെ നിർബന്ധമായിട്ടും കുഞ്ഞിന് അമ്മയുടെ മുലപ്പാൽ തന്നെ കൊടുക്കുക. മുലപ്പാൽ മാത്രം കുടിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ഐക്യു ഉണ്ടാകും, നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാകും, നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഡിപ്രസ്ഡ് ആവാണ്ടിരിക്കുക. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് ഒന്നും സ്പെഷ്യലായിട്ട് എക്സ്ട്രാ ആയിട്ടൊന്നും 6 മാസം വരെ ഒന്നും കൊടുക്കരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. പീഡിയാട്രീഷ്യൻ പറയുന്നത് പോലെ മാത്രം ചെയ്യുക. അല്ലാണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് കുഞ്ഞിൽ എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.